ഹലോ ഫ്രണ്ട്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, നമ്മളിൽ അധികമായും ആളുകൾ മുടി നരച്ചത് കൊണ്ട് വിഷമിക്കുന്നതായി നമ്മൾ പലരും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല വീഡിയോയും അതിൻ്റേതായിട്ട് രീതിയിൽ ഇറങ്ങുന്നുണ്ട്. മുടി നര കൊണ്ട് മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരും ആ മാനസിക പ്രശ്നം കൊണ്ട് ഗുളികകളും മറ്റും കഴിക്കുന്നവരുമായ അനവധി ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൂടെ വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. അപ്പോൾ ഇതിൽ ധാരാളമായി ആളുകൾക്ക് ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഗുണകരമായിട്ടുള്ള ഒരു ടിപ്സാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ കാരണം വൈറ്റമിൻ ഇ അവരിൽ കുറവായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവരിൽ പ്രധാനമായും ഇവർക്ക് തലമുടി നര ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് മുടി കൊഴിച്ചിലും ഉണ്ടാകുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് തയ്യാറാക്കാവുന്ന ഒരു ഡൈ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെയധികം എഫക്റ്റീവാണ്. നിങ്ങൾ മാർക്കറ്റിൽ നിന്നും ഒക്കെ വാങ്ങുന്ന ഡൈക്ക് പകരം നിങ്ങൾക്ക് ഈ നാച്ചുറലായിട്ടുള്ള ഡൈ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് വളരെയധികം ലളിതവും നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡൈ ആണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കുകയും ചെയ്യും. ഇതിന് പ്രധാനമായും നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള 3 സാധനങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടുന്നത്. അതിലൊന്നാമതായിട്ട് നമുക്ക് ബദാമാണ് വേണ്ടുന്നത്. 2 സവാളയുടെ തൊലി. മൂന്നാമതായിട്ട് വേണ്ടുന്നത് ഉലുവ. നിങ്ങൾക്കറിയാം, പണ്ട് ഈ ബദാം നമ്മളുടെ മാർക്കറ്റിൽ കുറച്ച് വില കൂടുതലാണെങ്കിൽ തന്നെയും വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് ഫൈബർ, വൈറ്റമിൻസ്, അതുപോലെ പ്രോട്ടീൻ എന്നിവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ ഉലുവ, ഇതുപോലെ നമ്മുടെ ബദാം നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് പോലെ തന്നെ ബദാം നമ്മളുടെ മുടിയുടെ സംരക്ഷണത്തിനും ഗുണം ചെയ്യുന്നുണ്ട്. ഇത് മുടി നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ മുടിയുടെ ഉള്ളിലെ മുടി കൊഴിച്ചിൽ തടയുന്നതിനും എല്ലാം ബദാം നമ്മൾക്ക് തലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യുന്നു. ഇത് തലയിലുണ്ടാകുന്ന താരനെയും അതുപോലെ മുടിയുടെ ഉള്ള് ബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് സവാളയുടെ തൊലി. സവാള തൊലി നമ്മൾക്ക് സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് സവാള നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാം. അത് പണ്ട് കാലം മുതലേ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി മിനുസപ്പെടുത്തുന്നതിനും മുടി കറുപ്പിക്കുന്നതിനുമൊക്കെ പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്നതാണ് സവാള. അപ്പോൾ സവാളയ്ക്ക് പ്രധാനമായും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് സവാളയുടെ നീരാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സവാളയിൽ ധാരാളമായിട്ട് അയണും സിങ്കും എല്ലാം കൊണ്ട് സമ്പുഷ്ടമായതിനാൽ അത് നമ്മുടെ തലയോട്ടിയിലെ അണുബാധ തടയാൻ വളരെ ഗുണം ചെയ്യുന്നു. അതുപോലെ തലയിൽ ഉണ്ടാകുന്ന താരൻ കളയുന്നതിനും വളരെ ഗുണം ചെയ്യുന്നതാണ് സവാള. പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് ഉലുവ. ഉലുവ എല്ലാവരും പറയും നമ്മളുടെ ദഹന പ്രശ്നങ്ങൾക്കും അതുപോലെ പ്രമേഹം കുറയ്ക്കാനും വേണ്ടിയാണ് ഉലുവ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്ന്. എന്നാൽ ഉലുവ മുടിയുടെ ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യുന്നതാണ്. ധാരാളം ആളുകളിൽ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ അകാലമായിട്ടുണ്ടാകുന്ന നര എന്നിവയെല്ലാം തടയുന്നതിന് ഉലുവ പണ്ട് കാലം മുതലേ
അരച്ച് മുടിയിൽ തേക്കുന്ന ഒരു ഇത് പണ്ട് കാലം മുതലേ നടന്നു വന്നിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉലുവ നമ്മൾക്ക് ഈ കൃത്രിമ ഡൈ തയ്യാറാക്കുന്നതിന് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഉലുവയിൽ ധാരാളമായിട്ട് പൊട്ടാസ്യവും സിങ്കും വൈറ്റമിൻ കെ, അനേകം ധാതുക്കൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുടിയുടെ മിനുസം നിലനിർത്തുകയും തലയോട്ടിയിൽ മുടി വളരുവാനുണ്ടാകുന്ന അതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനും ഉലുവയ്ക്ക് കഴിവുണ്ടെന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡൈ തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം അതുപോലെ തന്നെ ഉലുവ, ഉള്ളിയുടെ തൊലി, ബദാം ഇത് മൂന്നും കഴുകി ഒരു പാനിലെടുത്ത് നിങ്ങൾ അത് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പൊടി നിങ്ങൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയിൽ കുറച്ച് വെള്ളത്തിൽ ആദ്യം അത് ചാലിച്ചതിന് ശേഷം നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ അതിൽ മിക്സ് ചെയ്ത് അത് ഡയറക്റ്റ് നമ്മുടെ മുടിയിൽ പുരട്ടുക. അതിനുശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം കഴുകി കളയുക. അതിനുശേഷം നിങ്ങൾ നോക്കുക, മുടി നല്ലതായിട്ട് കറുത്തതായി കാണാം. ഇത് നമ്മുടെ മുടി കറുപ്പിക്കുന്നതിനുള്ള പുതിയൊരു ഡൈ ആണ്. വളരെയധികം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതാണ്. നിങ്ങളും കൂടി പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.